പണ്ട് പണ്ട് മനോഹരമായ ഒരു ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു പാവം കർഷകനുണ്ടായിരുന്നു. സ്വന്തമായിട്ട് പറയത്തക്ക സമ്പാദ്യമൊന്നും അവനില്ലായിരുന്നു. ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാധു മനുഷ്യൻ. അങ്ങനെ ഇരിക്കെയാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില്ലറക്കാശുമായി അവൻ അങ്ങാടിയിലേക്ക് പോയത്. അവിടെ നിന്ന് നല്ലൊരു പിടക്കോഴിയെ അവൻ വാങ്ങി. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ കോഴിക്കൂട് തുറന്ന രാമുവിൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. വൈക്കോലിനു മീതെ തിളങ്ങുന്ന ഒരു മുട്ട. അത് വെറും മുട്ടയായിരുന്നില്ല, തനി തങ്കത്തിൽ തീർത്ത ഒരു സ്വർണ്ണമുട്ട. രാമുവിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവൻ ആ മുട്ട വിറ്റ് പണം നേടി. അതൊരു പതിവായി മാറി. ഓരോ ദിവസവും കോഴി അവന് ഓരോ സ്വർണ്ണമുട്ട സമ്മാനിച്ചു. രാമുവിൻ്റെ ഓലമേഞ്ഞ കുടിൽ മാറി വലിയ മാളിക വീടായി. നല്ല വസ്ത്രങ്ങൾ, രുചികരമായ ഭക്ഷണം. രാമുവിൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു. പക്ഷേ കയ്യിൽ പണം വന്നതോടെ രാമുവിൻ്റെ സ്വഭാവവും മാറി. അവൻ അത്യാഗ്രഹം മൂത്തു. അവനൊട്ടും ക്ഷമയില്ലാതായി. അവൻ ചിന്തിക്കാൻ തുടങ്ങി, ഇതെന്തൊരേർപ്പാടാണ്! ദിവസവും ഓരോ മുട്ടയ്ക്കായി കാത്തിരിക്കേണ്ടി വരുന്നു. ഈ കോഴിയുടെ വയറ്റിൽ നിറയെ സ്വർണ്ണമുട്ടകളായിരിക്കും. അതെല്ലാം കൂടി ഒന്നിച്ചെടുത്താൽ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ഈ ലോകത്തെ തന്നെ വലിയ പണക്കാരനാകില്ലേ? അത്യാഗ്രഹം കണ്ണിനെ മറച്ചപ്പോൾ രാമുവിന് പിന്നീട് ഒന്നും ആലോചിക്കാൻ കഴിഞ്ഞില്ല. ഒരു മൂർച്ചയുള്ള കത്തിയെടുത്ത് അവൻ ആ മിണ്ടാപ്രാണിയുടെ വയറ് കീറി. അയ്യോ! അവൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു. സാധാരണ കോഴികളെപ്പോലെ ചോരയും മാംസവുമല്ലാതെ സ്വർണത്തിൻ്റെ ഒരു തരി പോലും അതിനുള്ളിലുണ്ടായിരുന്നില്ല. വേദന കൊണ്ട് പിടഞ്ഞ് ആ പാവം കോഴി ചത്തുപോയി. രാമു തരിച്ചിരുന്നു പോയി. ഉള്ള സ്വർണവും പോയി, മുട്ട തരുന്ന കോഴിയും പോയി. തൻ്റെ അത്യാഗ്രഹം കൊണ്ടുവന്ന വിനയോർത്ത് അവൻ തലയടിച്ച് കരഞ്ഞു. പക്ഷേ എന്ത് കാര്യം? കൈവിട്ടുപോയ ഭാഗ്യം ഇനി തിരികെ കിട്ടില്ലല്ലോ. ഗുണപാഠം: അമിതമായ ആഗ്രഹം ആപത്താണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചില്ലെങ്കിൽ ഉള്ളതുകൂടി നഷ്ടപ്പെടും.